നയപരമായി തന്നെ CPM-നോട് ഇപ്പൊ ചേർന്ന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് CPI. ഈ നയവൈകല്യങ്ങള് അല്ലെങ്കിൽ പ്രവൃത്തിയിലെ തെറ്റുകള് ഇത് ഇടതുപക്ഷ മുന്നണിയെ മുഴുവൻ ആപത്തിലേക്കാണ് നയിക്കുന്നതെങ്കിൽ അതിൽ എന്തിന് CPM പങ്കാളിയാവണം? ആ തകർച്ച CPI-യും ഏറ്റെടുക്കണം. പണ്ട് ചന്ദ്രപ്പൻ അതാ ചോദിച്ചു, അതാണ് നടക്കാൻ പോകുന്നതെന്ന്. ഇതാതിവിടെ എത്തിക്കഴിഞ്ഞു, ആസന്നമായി കഴിഞ്ഞു. ഇവിടെയാണ് CPI ധീരമായ ചില നിലപാടുകൾ എടുക്കേണ്ടത്. CPI-യുടെ കൂടെ നിന്നുകൊണ്ട് എന്തിനൊരു രാഷ്ട്രീയ ആത്മഹത്യക്ക് മുതിരണം? മറ്റു ഓപ്ഷൻസ് ഇല്ലേ? ആ ഓപ്ഷൻസ് സ്വീകരിക്കേണ്ടതല്ലേ? അതല്ലേ പാർട്ടിക്ക് നല്ലത്? അതല്ലേ കേരളത്തിന് നല്ലത്? അതല്ലേ കേരളത്തിലെ മതനിരപേക്ഷതയ്ക്ക് നല്ലത്? BJP കേരളത്തിൽ ശക്തിപ്പെടുന്നത് തടയുന്നതിന് ഇന്ന് CPI ഉള്ള പാർട്ടികള് കേരളത്തിലെ മറ്റു ജനാധിപത്യ മതനിരപേക്ഷ കക്ഷികളുമായി കൂടെ ചേരേണ്ടതല്ലേ? അടിയന്തരാവസ്ഥയുടെ ആ പഴയകാല സാഹചര്യമൊക്കെ എന്നേ മാറിപ്പോയി. ഇന്ന് കോൺഗ്രസ് പോലും അടിയന്തരാവസ്ഥ അംഗീകരിക്കുന്നില്ല. അന്ന് അടിയന്തരാവസ്ഥയെ എതിർത്ത പല പാർട്ടികളും നേതാക്കളും ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിക്കൊപ്പമാണ്. ഇതാണ് രാഷ്ട്രീയ സാഹചര്യം എന്നിരിക്കെ ഒരു രാഷ്ട്രീയ ആത്മഹത്യക്ക് മുതിരാതെ കൂടുതൽ പ്രായോഗികമായ വഴി ആലോചിക്കുന്നതും അതിലൂടെ സഞ്ചരിക്കുന്നതുമല്ലേ CPIക്ക് ഏറ്റവും അഭികാമ്യം.